കുതിച്ചുയരുന്ന ക്രൂഡ് ഓയിൽ വിലയും റെക്കോർഡുകൾ പുതുക്കി മൂക്കുകുത്തുന്ന രൂപയും ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി അതിരൂക്ഷമാക്കുന്നു. ഇറാൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം 3 മാസമായി ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $100 മുകളിൽ തുടരുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 5 ദിവസത്തിനിടെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ലിറ്ററിന് 4 രൂപയിലധികം വർദ്ധിച്ചതോടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം രൂക്ഷമാകും. ചരക്ക് യാത്രാ ഗതാഗത ചെലവിൽ 10% വർധന വരും ദിവസങ്ങളിലുണ്ടായേക്കും. ഇന്ധന അനിശ്ചിതത്വം കണക്കിലെടുത്ത വിമാന ഇന്ധനം, പാചകവാതകം, രാസവളം തുടങ്ങിയവയുടെ വില യുദ്ധം നീണ്ടാൽ ഉൽപാദനം നിർത്തിവെക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുമെന്നും ആശങ്കയുണ്ട്. ആഗോള സാമ്പത്തിക ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്നലെ 25 പൈസ നഷ്ടത്തോടെ 96.53 എത്തി റെക്കോർഡിട്ടു. നടപ്പു വർഷം രൂപയുടെ മൂല്യത്തിൽ 6% ഇടിവാണുണ്ടായത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കുന്നതും രൂപയ്ക്ക് തിരിച്ചടിയായി. തുടർച്ചയായ 6ാം ദിവസമാണ് രൂപയുടെ മൂല്യത്തകർച്ച നേരിടുന്നത്. ഇറക്കുമതി ചെലവിലെ കനത്ത വർധന കണക്കിലെടുത്ത ഇന്ധന ഉപഭോഗം നിയന്ത്രിക്കാൻ സർക്കാർ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചേക്കും. വിദേശയാത്രകളും സ്വർണം, വെള്ളി എന്നിവയുടെ വാങ്ങൽ നിരുത്സാഹപ്പെടുത്താനും ആലോചനയുണ്ട്. പ്രതിസന്ധി തീരുന്നതുവരെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിക്കാൻ സ്വകാര്യ കമ്പനികളെയും പ്രേരിപ്പിക്കും. ഇന്ധന ഉപഭോഗം പരമാവധി കുറച്ച വിലവർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനാണ് ശ്രമം. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം 15% ഇടിഞ്ഞത്. 10.7 കോടി ബാരലായിരുന്ന ക്രൂഡ് ശേഖരം 9.1 കോടി ബാരലായി. 50 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയുടെ പ്രതിദിന ആവശ്യം. നിലവിലെ കരുതൽ ശേഖരം 18 ദിവസത്തേക്ക് മാത്രം. റഷ്യയിൽ നിന്നും US-ൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സാധ്യമായില്ലെങ്കിൽ ക്ഷാമം രൂക്ഷമാകും. LPG-യുടെയും പ്രകൃതിവാതകത്തിന്റെയും കാര്യത്തിലും സാഹചര്യം സമാനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസിലൂടെയാണ് ഇന്ത്യക്ക് ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ 30%വും LPG-യുടെ 54%വും എത്തുന്നത്. ഇതിലെ ഇടിവ് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് പെട്ടെന്ന് നികത്താനാവില്ല. രാസവള ലഭ്യതയിലും സമാനമാണ് സ്ഥിതി. റഷ്യ-ഉക്രൈൻ സംഘർഷഘട്ടത്തിൽ തന്നെ ആഗോളതലത്തിൽ രാസവളത്തിന്റെ വില ഉയർന്നിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷവും വില കുതിക്കാനിടയാക്കി. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രാസവളത്തിന്റെ 36%വും എത്തിയിരുന്നത് സൗദിയും ഒമാനും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമുസ് അടഞ്ഞതോടെ ഗൾഫിൽ നിന്നുള്ള രാസവള വരവ് പൂർണ്ണമായും നിലച്ചു. ബദൽ സ്രോതസ് കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. രാജ്യത്ത് ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർധനവ് തുടരുമെന്ന് സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങളും രംഗത്തെത്തി. 8 രൂപ വരെ ക്രമേണയുള്ള വർധനവ് തുടരുമെന്നാണ് സൂചനകൾ. കൃത്യമായ ഇടവേളകളിൽ നേരിയ തോതിൽ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് എണ്ണ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിക്കുന്നതാണ് ഇന്ത്യയെയും ബാധിക്കുന്നത്. വിലയിൽ സ്ഥിരത കൈവരിക്കാൻ മറ്റ് ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് നിലവിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലില്ല. അതേസമയം ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടർ വിലയും ഉടൻ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുണ്ട്. ഇറാനിലെ സംഘർഷം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ ബാധിച്ചതാണ് നിലവിലെ വില വർധനവിന് പ്രധാന കാരണം. കഴിഞ്ഞ 10 ആഴ്ചകളായി പഴയ നിരക്കിൽ ഇന്ധനം വിറ്റിരുന്ന എണ്ണ കമ്പനികൾക്കുണ്ടായ വൻ സാമ്പത്തിക നഷ്ടം നികത്താനാണ് ഈ നടപടിയെന്നാണ് റിപ്പോർട്ട്. ഇന്ധനവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് കൂട്ടുന്നതിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ടാക്സി, ബസ് സർവീസുകളെയും സാധാരണക്കാരായ വാഹന ഉടമകളെയും ഇത് നേരിട്ട് ബാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും വില വർധനവ് തുടരാൻ സാധ്യതയുണ്ട്. ഇത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായേക്കാം. രാജ്യത്ത് പ്രതിസന്ധികൾക്കിടയിൽ ഇന്ധനവില ഉയർന്നാൽ അത് സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കും. പെട്രോൾ, ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് നേരിട്ടുള്ള പ്രധാന കാരണമാകും. ഡീസൽ വില വർദ്ധിക്കുന്നത് ചരക്ക് കടത്ത് ചെലവ് കുത്തനെ ഉയർത്തും. ഇതോടെ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില വലിയ തോതിൽ വർദ്ധിക്കും. നിലവിൽ തന്നെ ജീവിത ചെലവ് ഉയർന്നതുമൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് പുതിയ ഇന്ധന വില വർധനവ് താങ്ങാനാവാത്ത സാമ്പത്തിക ഇരുട്ടടിയായി മാറും. ഇന്ത്യ തങ്ങളുടെ ഇന്ധന ആവശ്യത്തിന്റെ 90%-ലധികവും ഇറക്കുമതിയെയാണ് ഇന്ന് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. അതിനാൽ ആഗോള വിപണിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തന്നെ ആഭ്യന്തര വിപണിയെ നേരിട്ട് ബാധിക്കും. എന്നാൽ ഇപ്പോൾ എണ്ണവില വീണ്ടും വർദ്ധിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് മേലുള്ള വലിയ ഇരുട്ടടിയാകുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി ആകാശപാതകൾ അടച്ചതും ദീർഘദൂരപാതകൾ തെരഞ്ഞെടുത്ത് ചുറ്റിക്കറങ്ങേണ്ടി പോകേണ്ട സ്ഥിതിയുമായി മറ്റൊരു കാരണം. വിമാന ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്നതോടെ എയർ ഇന്ത്യ പല സർവീസുകളും വെട്ടിക്കുറച്ചിരുന്നു. സാധാരണക്കാരന്റെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാതെ സർക്കാർ ഇടപെടണമെന്നാണ് പൊതുവികാരം. ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് നോക്കാം. കരുതൽ ഇന്ധന ശേഖരം കുറയുന്നു. വിദേശ വ്യാപാര കമ്മിയിലെ വർധന. നാണയപ്പെരുപ്പ ഭീഷണി ശക്തം. വിദേശ നാണയ ശേഖരവും ഇടിയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.